ശ്രീ മോഹൻ വർഗീസ്, സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ CAA യാഥാർത്ഥ്യമായിരിക്കുകയാണ് രാജ്യത്ത്. അത് പ്രകാരമുള്ള പൗരത്വം കിട്ടിക്കഴിഞ്ഞു നേരത്തെ അപേക്ഷിച്ച ആളുകൾക്ക്. അപ്പോൾ ഇത് ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. CAA ഫലത്തിൽ നിലവിൽ വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് തേടും BJP എന്ന കാര്യം ഉറപ്പായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു പ്രചാരണം നടത്തി വന്നിരുന്നതും, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ. പക്ഷേ അതും കടന്ന് പൗരത്വം തന്നെ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ പ്രചാരണത്തിൽ BJP മുന്നോട്ട് പോകുന്നത്. ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചാൽ ഇതിന് മറുപടി പറയാൻ CAA ഇല്ലാതാക്കാൻ ധൈര്യമുണ്ടോ എന്ന ചോദ്യവും ഉന്നയിക്കുകയാണ് ഇന്ത്യക്കെതിരെ, പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ. പക്ഷേ ഇതിൽ വീഴാതിരിക്കാൻ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ശ്രദ്ധിക്കേണ്ടതല്ലേ? അതുകൊണ്ടായിരിക്കുമോ ഒരു മറുപടി ഇതുവരെ ആ നേതാക്കളിൽ നിന്ന് കിട്ടാത്തതും? ശ്രീ മഞ്ജുഷ്, പൊതുവെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് ജൂൺ 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരുമെന്ന പൊതു നിരീക്ഷണത്തിൽ നിന്നും പുതിയ സർക്കാർ CAA യഥാർത്ഥത്തിൽ നടപ്പാക്കും. അതിനുള്ളിൽ തന്നെ കോടതിയിൽ നിലവിലുള്ള ഇതിനെതിരെയുള്ള കേസുകൾ കേരളത്തിൽ നിന്നും CPM-ഉം DYFI-യും അതുപോലെ സമസ്തയും ഒക്കെ നൽകിയ കേസുകൾ പരിഗണിച്ച് തീർപ്പായതിനു ശേഷം സ്വാഭാവിക ചാനലിൽ നടപ്പാകും എന്നായിരുന്നു പൊതുപ്രതീക്ഷ. പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പ് 4 ഘട്ടം കഴിഞ്ഞ് 5-ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ സമയത്ത് വളരെ നാടകീയമായി 14 പേർക്ക് ഡൽഹിയിലും ആകെ 300 പേർക്ക് പൗരത്വ ഈ പുതിയ ഭേദഗതി അനുസരിച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയം തീർച്ചയായിട്ടും ആരോപിക്കാം. കാരണം ഈ ഒരു ഏകോപനം, ഹൈന്ദവ ഏകോപനം, ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഏകോപനം സാധ്യമാകണമെങ്കിൽ പറഞ്ഞത് പ്രവർത്തിക്കുന്നു എന്ന ഒരു പ്രതീതി ജനിക്കണം. ഇവിടെ ശ്രീ നരേന്ദ്രമോദിയുടെ വാഗ്ദാനങ്ങൾ നോക്കൂ. ഈ BJP പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ച രാമക്ഷേത്രം നടപ്പാക്കി കഴിഞ്ഞു. അപ്പം നടപ്പാക്കി കഴിയുമ്പോൾ അതിൻ്റെ ഒരു പ്രഭ അവിടെ മങ്ങിക്കഴിഞ്ഞു. നടപ്പാക്കിയതിനുള്ള നന്ദിപൂർവ്വമുള്ള വോട്ട് 1-2 മാസത്തിനുള്ളിൽ അതിൻ്റെ പ്രഭ പോയി കഴിഞ്ഞു. അപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ ഒരു പ്രഭാവം കുറഞ്ഞു വരുന്നു എന്ന ഒരു നിഗമനം. അതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിന് പ്രത്യേക പദവി എടുത്തുകളയും ആർട്ടിക്കിൾ 370 അത് വളരെ മുൻപ് തന്നെ സംഭവിച്ചതാണ്. അപ്പോൾ അതിൻ്റെയും ഒരു മാഗ്നറ്റിക് ഇഫക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നിരന്തരം പുതിയ അജണ്ടകൾ ഉണ്ടാകണം, പുതിയ തലക്കെട്ടുകൾ ഉണ്ടാകണം, പുതിയ വാർത്തകൾ ഉണ്ടാകണം. പറയുന്നത് കൃത്യമായി പ്രവർത്തിച്ചു കാണിക്കുന്നു എന്ന് ജനങ്ങളെ, പ്രത്യേകിച്ച് തങ്ങളുടെ സപ്പോർട്ടേഴ്സിനെ ബോധ്യപ്പെടുത്തി പരമാവധി നമ്പേഴ്സിനെ പോളിംഗ് ബൂത്തിലെത്തിക്കണം എന്ന ഒരു ചിന്തയാണ്. ഇവിടെ നോക്കൂ, എന്താണ് ഇനി എങ്ങനെ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ചേർക്കും? ഇപ്പോൾ CAA കാര്യത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോകൾ, പ്രകടന പത്രികയാണല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രകടന പത്രികകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ ഓരോ പാർട്ടികളുടെയും പ്രകടന പത്രിക നോക്കുമ്പോൾ അതിൽ ഓരോ പാർട്ടിയും CAA കാര്യത്തിൽ വ്യത്യസ്ത നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസ്, RJD, സമാജ്വാദി പാർട്ടി, ഇവർ 3 പേരും മൗനം പാലിക്കുകയാണ് CAA കാര്യത്തിൽ പ്രകടന പത്രികയിൽ പുറത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ DMK അതുപോലെ തന്നെ ഇടത് പാർട്ടികൾ ഇവരൊക്കെ CAA റദ്ദാക്കുമെന്ന കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയുമാണ്. അപ്പോൾ പ്രധാനമന്ത്രി ഇന്ന് വെല്ലുവിളിക്കുന്നത് ഇവർക്ക് നേരെയാണല്ലോ. അതായത് CAA ഇല്ലാതാക്കാൻ ആർക്കാണ് ധൈര്യമുള്ളത് എന്ന് പ്രധാനമന്ത്രി ചോദിക്കുമ്പോൾ കോൺഗ്രസും ഈ പറയുന്ന RJDയും SP-യും ഒക്കെ ഏത് രീതിയിൽ മറുപടി നൽകും? തീർച്ചയായും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെ സമ്മർദ്ദത്തിലാക്കുക എന്ന വ്യക്തമായ അജണ്ട ഉണ്ട്. ഇനിയിപ്പോൾ DMK-യും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും എന്ത് പറയുന്നു എന്നത് വിഷയമല്ല. കാരണം ദക്ഷിണേന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. ഹിന്ദി ഹൃദയഭൂമിയിൽ അനേകം സീറ്റുകൾ ഇനിയും ബാക്കിയുണ്ട്. ഉത്തർപ്രദേശിലെ 80 സീറ്റിൽ 41 സീറ്റ് തെരഞ്ഞെടുപ്പിന് പോകാനിരിക്കുകയാണ് ഇനിയുള്ള ഘട്ടങ്ങളിൽ. ബംഗാളിലെ 42 സീറ്റിൽ 24 സീറ്റുകൾ ഇനിയും തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതുണ്ട്. അതുപോലെ ഡൽഹിയിലെ 7 സീറ്റുകൾ, പഞ്ചാബിലെ 13 സീറ്റുകൾ, ഹരിയാനയിലെ 10 സീറ്റുകൾ, ഇതെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിന് പോകണം. മഹാരാഷ്ട്രയിൽ ബോംബെ മേഖലയിലെ കുറേ സീറ്റുകൾ കൂടി തെരഞ്ഞെടുപ്പിന് പോകേണ്ടതുണ്ട്. ഇവിടങ്ങളിലെ ജനങ്ങളെ തീർച്ചയായും സ്വാധീനിക്കണം. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൻ്റെ കിഴക്കൻ മേഖലയിൽ വലിയ നമ്പർ ബംഗ്ലാദേശിൽ നിന്നും കടന്നു വന്ന ഹൈന്ദവരായ ആളുകളുണ്ട്. അവരുടെ പൗരത്വം എന്നതൊരു വൈകാരിക വിഷയമാണ്. പ്രത്യേകിച്ചും മാറ്റുവ സമുദായത്തിൽപ്പെടുന്ന ആളുകൾ, അവർക്ക് 4-5 നിയോജക മണ്ഡലങ്ങളിൽ വ്യക്തമായ നമ്പേഴ്സ് ഉണ്ട്. ഇത് തൃണമൂൽ കോൺഗ്രസ് എന്തായാലും CAA-യും NRC-യും നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എതിരാണ് മമതാ ബാനർജി. തൃണമൂലിനുള്ള മറുപടിയാണ് ശ്രീ അമിത്ഷാ കഴിഞ്ഞ ദിവസം ബംഗാളിൽ പ്രസംഗിച്ചു. യാതൊരു ശക്തിക്കും, തൃണമൂൽ ഉൾപ്പെടെയുള്ള ഒരു ശക്തിക്കും അത് നടപ്പാക്കുന്നത് തടയാനാവില്ല.
ഇപ്പോഴിതാ പ്രവർത്തിച്ച് കാണിച്ചിരിക്കുന്നു, നടപ്പാക്കി കാണിച്ചിരിക്കുന്നു. ഇത് ചരിത്രത്തിന്റെ ഭാഗമായി. ഇപ്പോഴിത് ശ്രീ മഞ്ജുഷ് ചരിത്രത്തിന്റെ ഭാഗമായി. അതിന്റെ നിയമവശം തീർച്ചയായും ഇത് ചാലഞ്ച് ചെയ്യപ്പെടും, ഉറപ്പാണ്. ശരിയാണ്, സുപ്രീം കോടതി പരിഗണിക്കാൻ പോവുകയാണല്ലോ. ശരിയാണ്.